ഒരു കൂടുതൽ നേർച്ചയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ാനും വിഷ്ണു നാരായണൻ എന്ന് പറഞ്ഞ ആനയാണ് ഈ കാണുന്നത്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനുള്ളത് പാലക്കാടാണ്. പാലക്കാട് കൂടല്ലൂർ നേർച്ചയാണ്, അതായത് കൂടല്ലൂർ ഫെസ്റ്റ്. അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ നേർച്ചൻ്റെ കാഴ്ചകൾ പോകും. ഓക്കെ. നിങ്ങളുടെ പേരെന്താ? നദീർ. എവിടെ വെറുതെ വീട്? കൂടല്ലൂരാ? പൊന്നാണിയില് കുമരനെല്ലൂര്. നേർച്ചാണോ വന്നാലേ? ഓക്കെ, കാണാം. കൂടല്ലൂർ ഫെസ്റ്റിൻ്റെ ആനകളെല്ലാം വന്ന് നിൽക്കുന്ന ഒരു പാടമാണിട്ടത്, അതായത് മദ്രസ പാടം. ഈ പാടത്താണ് ആനകളെല്ലാം വന്ന് നിൽക്കാറുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇവിടെ ആനകൾ നിൽക്കാനുള്ള സൗകര്യം, അതേപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഫുഡിൻ്റെ ഒരു പരിപാടികളെല്ലാം ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. നമ്മളവിടെ നടന്നിട്ട് ഈ കൂടല്ലൂർ കൂട്ടക്കടവ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ട്, അതേപോലെ തന്നെ ചെറിയ കച്ചവടമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ തിരക്ക് ഇങ്ങനെ തുടങ്ങുന്നുള്ളൂ. ആ ഭാഗത്തൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്, അവിടെയൊക്കെ പോയി നോക്കാം. അവിടെ ആ ഭാഗത്തൊക്കെ കച്ചവടം ഉണ്ടെന്നാണ് തോന്നുന്നില്ലേ.
ഈ ഒരു കൂടലിൽ നേർച്ചയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു റൂട്ട് കാര്യങ്ങൾ ഇവിടെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പരിപാടി. കൂടലിൽ നേർച്ചല്ല, കൂടലൂർ ഫെസ്റ്റ്. നേർച്ച എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും കൂടി പൊങ്കാലിടാൻ വരും. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ട ആളാണ് കേട്ടോ ഇവന് ഷഹബാസ്. ഇയാളാണ് എനിക്ക് ഈ റൂട്ടും ഇവിടെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പരിപാടി ഉള്ളതെന്നുള്ള ഡീറ്റെയിൽ പറഞ്ഞത്. കുറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ആനകളെല്ലാം നിർത്തി ഗജവീരന്മാരൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തുന്ന പരിപാടികൾ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ഇങ്ങനെ സെറ്റായി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളിവിടെ നേരത്തെ വന്ന ടൈമിൽ ഒന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പേരൊക്കെ ഒന്ന് പറയും. ഇത് ഷഹബാസ്. അത് ഞാൻ പറഞ്ഞു, ഷഹബാസിന് ഞാൻ പറഞ്ഞു. ഇത് ഷഹബാസ്. എൻ്റെ പേര് അഫ്ലഹ്. അഫ്ലഹ്. സഫ്വാൻ ജിമ്മാണെന്നാണ് പറയുന്നത് കേട്ടോ. ഷിബിലി ഷെഫിന്. അപ്പോൾ ഇവരെല്ലാവരും ഈ ഒരു കൂടലൂർ ഭാഗത്ത് ഈ അടുത്ത് തന്നെയാണ് അല്ലേ? നമ്മളെ നാട്ടുകാർ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നാട്ടിലത്തെ എല്ലാവരും ഈ വീഡിയോ കാണാം, അതേപോലെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്കിവിടെ വല്ലാതെ കണക്ഷനൊന്നുമില്ല. ഇവിടെ ഫസ്റ്റ് കണ്ട ഒരാൾ ഇവനാണ്. ഇവനായിട്ട് മാത്രമേ ഉള്ളൂ കണക്ഷൻ. ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാടൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. ആ ഭാഗത്തല്ല ഇത് വരുന്നത്, ആന വരുന്നത്. എല്ലാവരും അങ്ങോട്ട് പോയിട്ട് ഇവിടുന്ന് ഈ ഒരു ജംഗ്ഷനിൽ ആനകളെല്ലാം അങ്ങോട്ട് പോകും. അവിടെ പോയി ആ ജംഗ്ഷൻ്റെ പേരെന്ത്? കൂടല്ലൂർ. ആ ഒരു കുന്നിൻ്റെ അങ്ങോട്ട് പോകും. ആ ഒരു കുന്നിൻ്റെ അങ്ങോട്ട് പോകും. മുത്തിലേയും കുന്നോ അങ്ങോട്ട് പോകും. എല്ലാ ആനകളും അങ്ങോട്ട് പോകും. അതിനുശേഷം എല്ലാ ആന പരിപാടിയായിട്ട് ഇങ്ങോട്ട് റിട്ടേൺ വരും. ഈ വന്നു കഴിഞ്ഞാൽ ഈ പാളത്ത് എല്ലാം കൂടെ നിർത്തുന്നൊരു എന്താ പിടിച്ചിട്ടുണ്ട്. അതാ ഇത് എൻ്റെ ഫ്രണ്ട്സുകളാണെന്ന് പറഞ്ഞത്. അവർക്ക് നാണായി അവർക്ക് നാണായിട്ടുണ്ട്. ഇവിടെ പാലക്കാടാണെന്നുണ്ടെങ്കിലും എല്ലാവരും ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ നല്ല ഒരു തണുത്തൊരു കാലാവസ്ഥ. മുനീറുൽ ഇസ്ലാം മദ്രസൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അടിപൊളി മദ്രസ. ഇതിൻ്റെ തൊട്ടടുത്ത് പള്ളിയുണ്ട് ഇല്ലേ? പള്ളിയാണത്. അപ്പുറം പള്ളി അതിൻ്റെ അപ്പുറത്ത് തന്നെ പള്ളിയുണ്ട്. ആ മദ്രസൻ്റെ ഇതാണ് കേട്ടത്. ആ ഒരു പാടം, മദ്രസൻ്റെ പാടം. പിന്നെ കച്ചവടക്കാർ ഇവിടെ മറ്റുള്ള നേർച്ചകളൊക്കെ കാണുന്ന പോലെ നിരന്ന് കച്ചവടക്കാരില്ല. ഇടയിലായിട്ടാണ് കച്ചവടക്കാർ വരുന്നത്. ഇത് കൂടല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളല്ലേ? പാലക്കാട് ജില്ല ഗവൺമെൻറ് ഹൈസ്കൂളുണ്ടത്. അപ്പോൾ ഈ ഒരു ഹൈസ്കൂളിലൊക്കെ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യട്ടോ. എങ്ങനെയുണ്ട്? ഇവിടെ കുറച്ച് ജനങ്ങളുണ്ട് കാണാം. അപ്പോൾ ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോകാം. കുറച്ചാണ്ട് നടക്കാണ്ടിട്ട്. ഇതൊന്നാണല്ലേ? ഇത്തിത്താനം വിഷ്ണു നാരായണൻ എന്ന് പറഞ്ഞ ആനയാണ് ഈ കാണുന്നത്. ഓടാ ടാറ്റാ ബൈ ബൈ സീ യു.
പാലക്കാട് കൂടല്ലൂരുള്ള ഈ ഒരു നേർച്ചൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഞാൻ വന്ന ടൈമിൽ എനിക്ക് വലിയൊരു വൈബം തോന്നിയില്ലായിരുന്നു. എന്താ വെച്ചാൽ ഒരുപാട് ആനകളും ഒരുപാട് വരവും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളിയായിട്ട് നേർച്ചയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ ഇവിടെ വല്ലാതെ അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് അതിലൊരു പോസിറ്റീവായി തോന്നിയത് ഇവിടെ ആർക്കോ 3 ആൾക്ക് എന്തോ അസുഖമായിട്ട് ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടി ഇവിടുത്തെ ഈ ഒരു ഫണ്ട് നേർച്ചൻ്റെ ഈ ഒരു ഫണ്ട് അതിലേക്ക് വിനിയോഗിച്ചിട്ടുണ്ടെന്നുണ്ട്. അത് കേട്ടാൽ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പം അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ ഫുള്ള് സപ്പോർട്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പെട്ടെന്ന് എല്ലാവരും അസുഖം മാറിയിട്ട് അടുത്ത പ്രാവശ്യം നേർച്ചയും എല്ലാം അടിപൊളിയാവട്ടെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.